ഇന്നലെ എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. ഫിലിപ്പീനിലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അത്യാവശ്യമായിട്ട് തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമിറേറ്റ്സ് ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. അത് കാരണം ദുബായ് വഴിയാണ് യാത്ര. ദുബായിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ദുബായിൽ കണക്ഷൻ ഫ്ലൈറ്റ് ഒരു 2 മണിക്കൂർ ഗ്യാപ്പേ ഉള്ളൂ. ഫ്ലൈറ്റ് റൈറ്റ് ടൈമിൽ തന്നെ ദുബായിൽ ലാൻഡ് ചെയ്തു. എനിക്ക് ഫിലിപ്പീനിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് 9:15-നാണ്. ഇനി ദുബായിലെ എയർപോർട്ടിലെ കാഴ്ചകളും കണ്ട് ഗേറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം സമയമാവും ചെക്ക് ഇൻ ചെയ്യാനുള്ള. ഇന്നലെ രാത്രി ഏകദേശം 9:30 മണിക്ക് മനില എയർപോർട്ടിലെത്തി. യാത്രാക്ഷീണം കൊണ്ട് ഞാൻ വ്ളോഗ് ചെയ്തില്ല. ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. ഇതാണ് നമ്മുടെ ഫിലിപ്പീനിലെ ഓഫീസ്. ഇത് മനിലയിൽ മബീനി സ്ട്രീറ്റാണ്. ഇവിടെ ഒരു അറബിക് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഷവർമ എന്ന് പറയുന്ന ഒരു അറബിക് റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നാവാം ഇന്നത്തെ ഡിന്നർ. ഇന്ന് എനിക്ക് മക്കാത്തിലൊരു മീറ്റിംഗ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് മക്കാത്തി സിറ്റിയാണ്. ഈ മക്കാത്തി സിറ്റി ഏകദേശം നമ്മളെ നാട്ടിലെ ബോംബെ പോലത്തെ ഒരു പോഷ് സിറ്റിയാണ്.
ദേ കാണുന്ന ആ ബിൽഡിംഗ് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ വൺ ഓഫ് ദി ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ഈ കാണുന്നതാണ് ജിപ്നി, ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, സാധാരണക്കാരൻ്റെ വാഹനം എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇന്നത്തെ ഡിന്നർ നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാവാം. ഇവിടെ ഒരു ന്യൂ ബോംബെ എന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മക്കാത്തിയിലുണ്ട്. ഈ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ അണ്ടർപാസ് വഴി തന്നെ പോകണം. ഇവിടെ ഏത് ദിശയിൽ പോകണമെങ്കിലും അണ്ടർപാസ് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. പിന്നെ അത് വളരെ നീറ്റായിട്ടാണ് ഈ ഇവിടുത്തെ അണ്ടർപാസൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മളെ നാട്ടിലേക്കാളും ഒരു പ്രത്യേക കാഴ്ചയാണ് ഈ അണ്ടർപാസിന്. ഇതാണ് അയാല ട്രയാങ്കിൾ. ഇതിവിടുത്തെ പഴയ എയർപോർട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അത് ഒരു ഗാർഡനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എനിക്ക് ഇവിടെ വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം ഇവിടുത്തെ ബാങ്കുകളാണ്. വളരെയേറെ ബാങ്കുകളാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. പല പേരുകളിൽ ലോക്കൽ ബാങ്കുകളും ഇൻ്റർനാഷണൽ ബാങ്കുകളും, എന്തിനേറെ ഓരോ സ്ട്രീറ്റിലും 6-7 ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾ കാണാൻ സാധിക്കും. നാണയത്തിൻ്റെ 2 വശം എന്ന പോലെ ഫിലിപ്പീനിലും ഏത് നഗരം എടുത്താലും അവിടെ പോഷ് ഏരിയയും ഉണ്ട്, സാധാരണക്കാർ വസിക്കുന്ന ഏരിയയും ഉണ്ട്. അതിലൊന്നാണ്.
എയർപോർട്ടിൽ ചെക്കൗട്ട് ചെയ്തു. ഞാനിപ്പം നേരെ എയർപോർട്ടിൽ പോവാണ്. ഇന്ന് ഫ്ലൈറ്റ് 5:40-നാണ്. എനിക്കിവിടുന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റ് ദുബായിലേക്ക്. ദുബായിൽ നിന്ന് നേരെ നാട്ടിലേക്കാണ്. അപ്പം യാത്രയൊക്കെ സുഖകരമായിരുന്നു. വന്ന കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടന്നു. ഇനി അടുത്ത ട്രിപ്പ് എന്നാണെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസാണ്. എല്ലാം കഴിഞ്ഞു. ഞാൻ എയർപോർട്ടിലെത്തി. എന്നെ കാത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രാവശ്യത്തെ ട്രിപ്പ് വളരെ ഷോർട്ടായത് കാരണം എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ സാധിച്ചില്ല. പക്ഷേ പണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഈ ഫിലിപ്പീനിൽ കാണാൻ വളരെ വളരെ സ്ഥലങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടാണ്. ഇതൊരു എനിക്കറിയാമല്ലോ, ഇത് ദ്വീപ സമൂഹമാണ്. പല സ്ഥലങ്ങളിലും ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതയാണ്.
തിരികെ വീണ്ടും ദുബായ് എയർപോർട്ടിലെത്തി. ഈ കാണുന്നതാണ് ദുബായിയുടെ പഴയ എയർപോർട്ടിൻ്റെ മോഡൽ. നമ്മൾ മനിലേക്ക് പോയതുപോലെ തന്നെ ദുബായിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കും കണക്ഷൻ ഫ്ലൈറ്റിന് 2 മണിക്കൂർ ഗ്യാപ്പേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കൂടുതൽ സമയമൊന്നുമില്ല. ഇവിടുന്ന് നമുക്ക് ഗേറ്റിലേക്ക് പോലുള്ള യാത്രയിൽ ഇരുവശങ്ങളിലും നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പും അതുപോലെ കണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം. ഫൈനലി നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് തിരിച്ചെത്തി. നിസാറിക്ക ഇന്നിപ്പോ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നിസാറിക്കയെ വിളിക്കാനായിട്ട് ഞങ്ങൾ ഇതേ എയർപോർട്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇന്ന് ഡേറ്റ് എത്ര സൽമാൻ? ഇന്ന് മാർച്ച് 2-ാം തീയതി. ഇപ്പൊ രാവിലെ 9:30 ആയിരിക്കുന്നത്. 8:30 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മള് വീട്ടിൽ നിന്ന് സൽമാൻ നോക്കിയപ്പോഴേക്ക് തന്നെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. 15 മിനിറ്റ് ഡിലേ അല്ലേ സൽമാൻ? 15 മിനിറ്റ് ഡിലേ ആണ്. അപ്പൊ നമ്മളിപ്പോ അത് അഡ്ജസ്റ്റ് ചെയ്താണ് വിളിക്കാനായിട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോ കറക്റ്റ് ആയിട്ട് നിസാറിക്കയുടെ വിളി വന്നു, പുറത്തിറങ്ങി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ 9:30 കഴിഞ്ഞു. ദേ നിൽക്കുന്നു. നമ്മളുടെ ഡ്രൈവർ ചേഞ്ച് ആയിട്ടുണ്ട്. സൽമാൻ ഡ്രൈവർ ബാക്കിലുമായി, നിസാർ ഡ്രൈവർ ഫ്രണ്ടിലുമായി. പിന്നെ അവിടുത്തെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞേ. വ്ളോഗ് എടുത്താ? ഞാൻ വ്ളോഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടിരുന്നതാണ്. രണ്ടുപേരൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി എത്ര വ്ളോഗ് എടുത്തിരിക്കുന്നു. അവിടുത്തെ കാലാവസ്ഥ ചൂടാണ്. നല്ല കാലാവസ്ഥ. ഇവിടുത്തെ അത്ര ചൂടില്ലേ? ഇവിടുത്തെ പോലെയാണ് അവിടെ വരേണ്ടത്. പക്ഷെ ഇപ്പം കുറച്ച് ചൂട് കുറവുണ്ട്. തണുപ്പൊന്നല്ല, ചൂട് കുറവുണ്ട്. നിസാർക്കായെ വിളിക്കാൻ വരുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമ്മളിനി എയർപോർട്ടിൽ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് കരുതി. കണ്ടോ, നിങ്ങൾക്കുള്ള വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ ചെന്നിട്ടാവാം ബാക്കി വിശേഷം.